മലയാളം സിനിമ കടം കൊണ്ട ഷേക്സ്പീരിയൻ കൃതികൾ. ലോക സിനിമയോട് കിടപിടിക്കുന്ന ക്ലാസിക്കുകൾ പിറക്കുന്ന ഇടമാണ് മോളിവുഡ്. ലോക ക്ലാസിക്കുകൾ മലയാളത്തിലാക്കാൻ മോളിവുഡ് കാണിച്ച ത്വരയൊന്നും ഇന്ത്യയിലെ ഒരു ഭാഷാ ചിത്രങ്ങളിലും ഉണ്ടായിട്ടില്ല. വില്യം ഷേക്സ്പിയറിന്റെ ലോക ക്ലാസിക് കൃതികളെ പ്രാദേശികവൽക്കരിച്ച സിനിമാനുഭവം ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിലേതുപോലെ മറ്റൊരു ഭാഷയിലും ഉണ്ടായിട്ടില്ല. മലയാളിവൽക്കരിച്ചെത്തിയ ചില ഷേക്സ്പീരിയൻ ക്ലാസിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. കളിയാട്ടം. ലോക പ്രശസ്ത ഷേക്സ്പീരിയൻ കൃതിയായ ഒഥല്ലോയുടെ മലയാളിവൽക്കരിച്ചൊരു സ്വതന്ത്ര പരിഭാഷയായിരുന്നു 1997 ജയരാജ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകവേഷത്തിലെത്തിയ കളിയാട്ടം എന്ന സിനിമ. വടക്കൻ കേരളത്തിലെ തെയ്യങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചുനട്ട മൂലകഥ ജയരാജ് കൈയടക്കത്തോടെ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ മലയാളത്തിൽ നിന്നും മികച്ച സംവിധായകനും മികച്ച നടനുമുള്ള ദേശീയ അവാർഡടക്കം സ്വന്തമാക്കി ഒഥല്ലോ മലയാളിയുടെ കളിയാട്ടമായി മാറി. കണ്ണകി. ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന കൃതിയെ ജയരാജ് തന്നെ 2001 സ്വതന്ത്ര പരിഭാഷയൊരുക്കി മലയാളത്തിൽ കണ്ണകിയാക്കി. മാണിക്യന്റെയും ശോമന്റെയും കണ്ണകിയുടെയും കഥ മൂലകഥയുടെ തനിമ ചോരാതെ അഭ്രപാളിയിലെത്തിയപ്പോൾ മറ്റൊരു ദേശീയ അവാർഡ് കൂടി മലയാളത്തിന് സ്വന്തമായി. അന്നയും റസൂലും. റോമിയോയെയും ജൂലിയറ്റിനെയും മട്ടാഞ്ചേരിയുടെ പശ്ചാത്തലത്തിൽ അന്നയും റസൂലുമാക്കി രാജീവ് രവി പുനഃസൃഷ്ടിച്ചപ്പോൾ മലയാളം മറ്റൊരു ലോക ക്ലാസിക് കൂടി കടം കൊള്ളുകയായിരുന്നു. റിയലിസ്റ്റിക് ജീവിതത്തിന്റെ ഗാഢാനുഭവങ്ങളിലേക്ക് ക്യാമറ ചലിച്ചിറങ്ങിയപ്പോൾ മറ്റൊരു മറക്കാനാവാത്ത പ്രണയകാവ്യം കൂടി മലയാളത്തിൽ പിറക്കുകയായിരുന്നു. വീരം. ഷേക്സ്പീരിയൻ കൃതികളോട് ജയരാജ് എന്ന സംവിധായകനുള്ള മമതയുടെ മൂന്നാം സിനിമാ രൂപമായിരുന്നു മാക്ബെത്ത് എന്ന കൃതി വീരം എന്ന മലയാള സിനിമ ആയതിലൂടെ സംഭവിച്ചത്. ബോളിവുഡ് നടൻ കുനാൽ കപൂർ നായകനായ വീരം എന്തുകൊണ്ടോ മലയാള സിനിമാ പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയ ചിത്രങ്ങളുടെ ഇടയിലേക്ക് നിബദിച്ചു. ജോജി. ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും കൂടി മാക്ബെത്തിനെ പൊടിതട്ടിയെടുത്ത് ജോജിയാക്കിയപ്പോൾ ഫഹദ് ഫാസിൽ എന്ന നടൻ അതിനെ തന്റെ അഭിനയ മികവ് കൊണ്ട് പൂർണ്ണതയുള്ളൊരു കലാസൃഷ്ടിയാക്കി മാറ്റി. കുട്ടപ്പന്റെ കുടുംബം നേരിടുന്ന ദുരവസ്ഥകൾ ഒരു ലോക ക്ലാസിക്കിന്റെ പുനരാഖ്യാനമാണെന്ന് വിശ്വസിക്കാനാവാത്ത വിധം മലയാളീകരിച്ചിടത്താണ് മാക്ബെത്തിനേക്കാൾ ജോജി മികച്ചതാകുന്നത്. ഒരേ ഷേക്സ്പീരിയൻ കൃതിക്ക് 2 വ്യത്യസ്ത മലയാള പരിഭാഷയുണ്ടാവുക, അതിൽ ആദ്യമെത്തിയതിനേക്കാൾ രണ്ടാമൻ മികച്ചതാവുക എന്ന ഭാഗ്യവും ജോജിയെ തേടിയെത്തി. ഇവിടെ ഞങ്ങൾ കൂട്ടിച്ചേർക്കാൻ മറന്ന ഷേക്സ്പീരിയൻ കഥകളുടെ മലയാള സിനിമാ പേരുകൾ കമന്റായി കുറിക്കുമല്ലോ. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.